ഹലോ ഗായ്സ്, ഞാനും റോസുട്ടിയും കൂടി ഹൈലൈറ്റ് മാളിൽ വന്നിരിക്കുകയാണ് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ നെയിൽ ആർട്ട് ചെയ്യാനായിട്ടാണ്. ഞാൻ എപ്പോഴും നെയിൽ ആർട്ട് ചെയ്യുന്ന ആളൊന്നും അല്ല, മുൻപ് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം ഒരു വിശേഷമുണ്ട് എൻ്റെ വീട്ടിൽ. എൻ്റെ അനിയത്തിയുടെ കല്യാണം ആയതുകൊണ്ടും പിന്നെ SM സ്ട്രീറ്റിൽ ഒരു പ്രാവശ്യം പോയപ്പോൾ എൻ്റെ കാലിനിട്ട് നല്ലൊരു ചവിട്ട് കിട്ടി. അങ്ങനെ എൻ്റെ ഒരു തള്ളവിരലിലെ നഖം കംപ്ലീറ്റ് കേടായി, ഒരു കറുത്തിങ്ങനെ കിടക്കുകയാണ്, ഇങ്ങനെ തടിച്ച്. അപ്പം ആ ഒരു അവസ്ഥയിൽ ഞാൻ തനിയെ നെയിൽ പോളിഷ് ഇട്ടാൽ അത് അത്ര നീറ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇവരാകുമ്പോൾ കറക്റ്റ് ആ ഒരു പ്രൊസീജിയറിൽ നല്ല നീറ്റായിട്ട് ചെയ്തു തരാമല്ലോ. അപ്പോൾ അതുകൊണ്ട് കല്യാണമായതുകൊണ്ട് മാത്രം ഞാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഞാൻ ഇങ്ങനെ ഡിസൈൻസ് ഒന്നും ഈ പ്രാവശ്യം ചെയ്യുന്നില്ല, സിമ്പിളായിട്ട് ചെയ്യുന്നുള്ളൂ. മുൻപ് ഞാൻ ഡിസൈനൊക്കെ ചെയ്തായിരുന്നു. ഒരു വൈറ്റിൽ ഒരു റോസാപ്പൂവിൻ്റെ ചിത്രമൊക്കെ അവരെ കൊണ്ട് വരപ്പിച്ച് നല്ല ഭംഗിയാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് അറിയാമോ? നല്ല ഭംഗിയാണ് കാണാൻ. അതുമാത്രമല്ല, നമ്മളെപ്പോലെ എന്താ പറയുക, വീട്ടമ്മയായിട്ടിരിക്കുന്നവർക്ക്, അതുപോലെ നമുക്ക് വീട്ടിലെല്ലാ പണികളും ചെയ്യാനുണ്ടാവും. അതുപോലെ ജോലിക്ക് പോലും കാര്യങ്ങളും ഇത് ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ല. പിന്നെ വീട്ടിലെ പണികളെടുക്കുമ്പോൾ ഈ നോർമൽ നെയിൽ പോളിഷ് പെട്ടെന്ന് പോകുമല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും പോവാതെ ഒരു 1-1.5 മാസത്തോളം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ജെൽ പോളിഷ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ, ഇവർ ചെയ്ത് തരുമ്പോൾ. അപ്പോൾ ഞാൻ കാലിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. മുൻപ് കയ്യിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാലിൽ ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാലിലായിരുന്നു എൻ്റെ തള്ളവിരൽ ഇങ്ങനെ ചവിട്ടി, നല്ലൊരു ചവിട്ട് കിട്ടി, നല്ല പെയിൻഫുള്ളായിരുന്നു ആ സമയത്ത്. പിന്നെ കുറേ അത് നെയിൽ ഇങ്ങനെ ഗ്രോത്ത് വന്നു കഴിയുമ്പോൾ കുറേ അത് കേടായ ഭാഗമൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നാലും കുറച്ച് ഡാമേജ് ആയിട്ട് ഇരിപ്പുണ്ട് ഇപ്പോഴും. പിന്നെ അവർ പറഞ്ഞു, മാം ഇത് പിന്നെ ജെൽ പോളിഷ് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്നും കൂടി ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അവരിങ്ങനെ മുന്നറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അവരോട് പറഞ്ഞു, സാരമില്ല, അതൊന്ന് ചെയ്തോ, നീറ്റായിട്ട് ചെയ്തു തരണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അവർ കാലിൽ എനിക്ക് ഇട്ട് തന്ന്. കാലിൽ ഞാൻ റെഡ് കളറിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. നോർമൽ ഒരു മെറൂൺ കളർ പോലത്തെ റെഡ്. ഓക്കെ, അപ്പോൾ അത് കാലിൽ ചെയ്തു. നല്ല പെർഫെക്റ്റായിട്ട് അവർ ചെയ്തു തന്നു. പിന്നെ കയ്യിൽ എൻ്റെ കയ്യിലൊരു ഗ്രീൻ കളർ നെയിൽ പോളിഷ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് അവരാദ്യം റിമൂവ് ചെയ്ത് നല്ല നീറ്റാക്കി, നെയിൽസൊക്കെ ക്ലീൻ ചെയ്ത് അതിൻ്റെ ഷേപ്പൊക്കെ നല്ല ഭംഗിയാക്കിയിട്ട് ആണ് അവർ നെയിൽ പോളിഷൊക്കെ അപ്ലൈ ചെയ്തത്. എന്തായാലും നമുക്ക് ഈ നെയിൽ പോളിഷ് ഇടാൻ മടിയുള്ള ആൾക്കാർക്കും ഇത് ഭയങ്കര ഗുണമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. നമുക്ക് അവർ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് ഇട്ട് തരും. ഇത് ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇവരുടെ നെയിൽ ആർട്ടിൻ്റെ ഒരു ഷോപ്പ് വരുന്നത്. അപ്പം ഇവിടെ നല്ല പീസ്ഫുള്ളാണ്. നമുക്ക് സമാധാനമായി ഇവിടെ ഇങ്ങനെ കൈ വെച്ച് കൊടുത്താൽ മതി, അവർ നന്നായിട്ട് ചെയ്തു തരും. അപ്പം പുള്ളി ഭയങ്കര എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ചോദിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അവർ ചെയ്യുന്നുള്ളൂ. ലാംഗ്വേജ് എനിക്ക് അത്ര ഹിന്ദി ലാംഗ്വേജ് എനിക്ക് അത്ര അറിയില്ലായിരുന്നു സംസാരിച്ചത്. പക്ഷേ അവിടെ ഒരു മലയാളി ചേച്ചി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയെല്ലാം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നതുകൊണ്ട് കാര്യം മനസ്സിലായി. പിന്നെ ഞാൻ കയ്യിൽ എനിക്ക് ഞാൻ എപ്പോഴും നല്ല കളർഫുള്ളായിട്ട് ഡ്രസ്സ് ധരിക്കുന്ന ഒരാളാണ്. എപ്പോഴും മാറി ഡ്രസ്സ് ഇടും. അപ്പം എനിക്ക് ഒരേ ഡ്രസ്സ് തന്നെ, ഒരേ കളറിൽ തന്നെ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് 1-1.5 മാസം പിന്നെ അത് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പം അല്ലെങ്കിൽ പിന്നെ ഞാനത് റിമൂവ് ചെയ്യാൻ വീണ്ടും വരണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, വട്ടാണോ എന്ന് ചോദിക്കേണ്ട, ഇതൊക്കെ ചെറിയൊരു വട്ട് തന്നെയാണ്. എന്നാലും മൾട്ടി കളറാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പ്രാവശ്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. കാരണം മൾട്ടി കളറാകുമ്പോൾ നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും പോകുമല്ലോ, സൂപ്പർ മാച്ച് ആയിരിക്കുമല്ലോ. പിന്നെ കാലിൽ ഞാൻ സിംഗിൾ കളറായിരുന്നു, റെഡ്. പക്ഷേ റെഡ് ഇട്ടത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അനിയത്തീൻ്റെ കല്യാണത്തിന് സാരി, ഒരു ബനാറസി സാരി റെഡ് കളറിലാണ്, റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് വരുന്നത്. അതുകൊണ്ട് മാത്രം കാലിൽ റെഡ് ഇട്ടത്. കയ്യിൽ ഞാൻ മൾട്ടി കളറാണ്, അതിലൊരു ഗ്രീൻ വരുന്നുണ്ട്, അതുകൊണ്ട് ആ സാരിക്കും സ്യൂട്ടാവും. അപ്പോൾ എല്ലാ ഡ്രസ്സിനും കയ്യിൽ
പെർഫെക്റ്റ് മാച്ച് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ മൾട്ടി കളറാണ് ഈ പ്രാവശ്യം ചൂസ് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വൈറ്റ് ആയിരുന്നു, വൈറ്റിൽ റെഡ് റോസാപ്പൂവായിരുന്നു ഡിസൈൻ ചെയ്യിപ്പിച്ചത്. ഈ പ്രാവശ്യം ഫുള്ള് മൾട്ടി കളറാണ്. പർപ്പിൾ, യെല്ലോ, പിങ്ക്, ഗ്രീൻ, പിന്നെ ഒരു ബ്രൗൺ കളർ, അങ്ങനെയാണ് കൊടുത്തത്. അതിൽ ആ യെല്ലോ കളറിൽ ഞാൻ പുള്ളിയോട് ആവശ്യപ്പെട്ടത് ഡിഫറെൻറ്റ് എന്ന് എഴുതാനാണ്. പക്ഷേ പുള്ളിക്ക് മനസ്സിലായത് ഡിഫറെൻറ്റ് കളേഴ്സ് എന്നാണ് ഉദ്ദേശിച്ചതെന്നാണ്. മൾട്ടി കളറാണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിലും ഡിഫറെൻറ്റ് എന്ന് എഴുതാൻ പറഞ്ഞപ്പോൾ പുള്ളി എഴുതിയില്ല. ലാസ്റ്റ് കോട്ടൊക്കെ ഇട്ടുപോയി. പിന്നെ എന്തോ ചെയ്ത് എനിക്ക് ഡിഫറെൻ്റ് എന്ന് എഴുതാൻ ട്രൈ ചെയ്തു ഒരു നെയിലിൽ. പക്ഷേ ആ നെയിലിൽ ഡിഫറെൻ്റ് എന്ന് എഴുതാനുള്ളൊരു വീതി ഉണ്ടായിരുന്നില്ല. എൻ്റെ കുഞ്ഞു നഖങ്ങളാണ്, അപ്പോൾ വീതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് മായ്ച്ചിട്ട് പിന്നെ എന്ത് എഴുതുമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, സ്നേഹനിധിയായ ഞാനും സ്നേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഞാനുമായതുകൊണ്ട് ലവ് എന്ന് എഴുതിക്കോളാനായിട്ട് പറഞ്ഞു. അങ്ങനെ LOVE, അപ്പോൾ 4 അക്ഷരമേ ഉള്ളൂ. അങ്ങനെ ഒരു നെയിലിൽ ലവ് എന്നും ഒരു നെയിലിൽ എന്നെ വീട്ടിൽ വിളിക്കുന്നത് അച്ചു എന്നാണ് ചേട്ടായി, അപ്പം അച്ചു എന്നും എഴുതിയിട്ടുണ്ട്. ഒരു നെയിൽ മീൻസ് റൈറ്റ് ഹാൻഡിൽ ഒരു നെയിലിൽ അച്ചു എന്നും എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ചുമ്മാ അതൊക്കെ എഴുതി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ചെയ്തത്. അപ്പം റോസൊട്ടിക്കും ഭയങ്കര ഇഷ്ടമായി, കണ്ടോ, അത് വെച്ച് സ്റ്റൈലാക്കാണ്. പിന്നെ കാണുന്ന നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ, മൾട്ടി കളറൊക്കെ ആയതുകൊണ്ട് ഈ പെണ്ണിന് ഭ്രാന്താണോ എന്ന് വിചാരിക്കേണ്ട. എനിക്കെന്തോ ഇങ്ങനെയൊക്കെ എന്താ പറയുക, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പോയി ചെയ്യണം വല്ലപ്പോഴെങ്കിലും. ഓക്കെ, ഇത് ഞാൻ സ്ഥിരം പരിപാടിയാക്കുമൊന്നും ഇല്ല, കാരണം കുറച്ച് എക്സ്പെൻസീവാണ്. 2 കാലിൽ ഇടണമെങ്കിൽ 849 ആണ്, പിന്നെ 2 കൈയിലും 849. അപ്പം ഒരു 1600 മേലെ ആവും നമ്മൾ ഒരു പ്രാവശ്യം പോയി ചെയ്യുന്നതിന്. അതുകൊണ്ട് ഇങ്ങനത്തെ ഫങ്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കിത് നല്ലതായിരിക്കും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് അത്രയും കോസ്റ്റ് വരുന്നത് കുഴപ്പമില്ല എന്നാണെങ്കിൽ ഓക്കെ, അടിപൊളിയാണ്, നല്ല രീതിയിലാണ് അവർ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.